ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ കൾച്ചറൽ പ്രോഗ്രാമിലോട്ടാണ്. ഇതിനൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാനത്തെയും മൂന്നാമത്തെയും കൾച്ചറൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ വിളിക്കുന്നത് കൾച്ചൂറ 2025 എന്നാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള എല്ലാ ഇയറിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരെ എലക്ഷൻ വഴി എടുത്തിട്ട് അവർ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. SST എന്നാണ് അതിനെ വിളിക്കുന്നത്. അവർ നടത്തുന്ന എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കൾച്ചൂറ. ഇത്തവണ പെട്ടെന്നാണ് ഇതിന് നോട്ടീസ് ഇട്ടത് കൾച്ചൂറ വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കതുകൊണ്ട് ടൈമൊന്നും കിട്ടിയില്ല പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാനൊന്നും. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പം നമുക്ക് ഇപ്രാവശ്യം പെർഫോം ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് നമ്മുടെ ജോർജിയയിലുള്ള ആർക്ക് വേണമെങ്കിലും വന്ന് പങ്കെടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, നോട്ടീസ് ഇടുമ്പം അവിടുത്തെ ഓർഗനൈസേഷൻകാരെ ഇൻഫോം ചെയ്യുക, നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ പെർഫോം ചെയ്യാം. പിന്നെ ഈ പ്രോഗ്രാമിനെ പറ്റി എടുത്തു പറയാനുള്ള ഇവിടുത്തെ ഓർഗനൈസേഴ്സിനെ പറ്റിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓർഗനൈസേഷൻ അങ്ങനത്തെ പരിപാടികളൊന്നും യൂണിവേഴ്സിറ്റി തുടങ്ങി തന്നതല്ല. എല്ലാം നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തന്നെ എലക്ഷൻ വെച്ച് എലക്ട് ചെയ്ത് മെമ്പേഴ്സ് ഉണ്ടായി. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു എല്ലാവർക്കും. പിന്നെ ഓരോരുത്തരെ മുന്നോട്ട് വന്ന് ഓരോരുത്തരെ ഓരോ ഏരിയയിൽ നിന്നൊക്കെ അപ്പോയിൻ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഈ ഒരു ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷനായിട്ടൊരു ബന്ധമില്ല, അക്കരെ ഇക്കരെ കിടക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ വന്നതുകൊണ്ടാണ് ഞങ്ങളും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്തത്. പണ്ടൊന്നും ഒരു ബന്ധമില്ലാണ്ട് കിടന്നുകൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ. അപ്പോൾ ശരി ഗൈസ്, ടാറ്റ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.